Guys, once again welcome back to my channel. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്റ്റഡി റൂട്ടീനാണ്. ഞാനിത് ഭയങ്കര വിഷമത്തിലാണ് ഇപ്പം ഞാനിത് ഷൂട്ട് ചെയ്യുന്നത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ എടുത്തു, സെയിം വീഡിയോ എടുത്തു, എഡിറ്റ് ചെയ്തു, എല്ലാം സെറ്റാക്കി ഇടാൻ പോയി. പക്ഷെ അത് അൺഫോർച്ചുനേറ്റ്ലി അത് ഡിലീറ്റ് ആയിപ്പോയി ഗൈസ്. അത് കഥ ഞാൻ പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല. സോ നമുക്ക് ഒന്നുകൂടി വീഡിയോ എടുക്കാം. അതിനു മുമ്പ് എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ആക്ച്വലി കുറേ ആലോചിച്ചാണ് ഈ വീഡിയോ എടുക്കണോ വേണ്ടോ എന്നുള്ളത്. കാരണം എന്ന് വെച്ചാൽ ഞാൻ എക്സാമിനൊക്കെ തലേന്ന് രാത്രിയൊക്കെ ഇരുന്നാണ് പഠിക്കുന്നത്. അപ്പോൾ എന്തായാലും പ്രത്യേകിച്ച് സ്റ്റഡി റൂട്ടീൻ എനിക്ക് ഉണ്ടാവത്തില്ലല്ലോ. ബുക്ക് എടുക്കുക, പെട്ടെന്നൊന്ന് ഓടിച്ചിട്ട് പഠിക്കുക, അത്രേ ഉള്ളൂ അത്. ബട്ട് ഐ തോട്ട് എന്നാലും എനിക്കൊരു രീതി ഉണ്ടല്ലോ പഠിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു അത് കാണിക്കാം. ഈ തലേന്ന് രാത്രി ഇരുന്ന് പഠിക്കുന്നവർക്ക് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയിരിക്കും, അല്ലാത്തവർക്കും മേ ബി ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ വീഡിയോയിലോട്ട് പോയി ഒരുപാട് ലാഗ് എടുപ്പിക്കുന്നില്ല. ഓക്കെ, സോ ഗൈസ്, നമ്മൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന സമയത്ത് ഞാനൊരു ഇൻട്രോ മാതിരി വീഡിയോയോ ഒന്നും ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡയറക്റ്റ് കുറച്ച് വീഡിയോസ് ഇട്ട് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. സോ എന്നെപ്പറ്റി ആർക്കും അറിയുന്നുണ്ടാവില്ല. സോ എൻ്റെ പേര് വന്നിട്ട് നിരഞ്ജന എന്നാണ്, മീൻസ് എൻ്റെ ചാനലിൻ്റെ നെയിം അത് തന്നെയാണ്. ആൻഡ് ഞാനൊരു BCom സ്റ്റുഡൻ്റാണ്, 3rd ഇയർ ആയി. അപ്പോൾ അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലാണ് ഞാൻ പഠിക്കുന്നത്. ഓക്കെ, സോ ജസ്റ്റ് കുഞ്ഞ് ഡീറ്റെയിൽസ്. ബാക്കി നമുക്ക് അല്ലാതൊരു ഇൻട്രോ വീഡിയോ ഞാൻ ഇടാൻ നോക്കാം. ഓക്കെ, ഫൈൻ. അപ്പോൾ നമുക്ക് ഒരുപാട് ലാഗ് എടുപ്പിക്കരുതെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. അതുകൊണ്ട് ഡയറക്റ്റ് ആ വീഡിയോയിലോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇതൊരു വലിയ രീതിയിലുള്ള സ്റ്റഡി റൂട്ടീനോ സംഭവങ്ങളോ ഒന്നും കാണത്തില്ല. കാരണം ഞാൻ ഒരു വട്ടം എടുത്തിരുന്നു, അത് ഞാൻ പറഞ്ഞല്ലോ പോയി. അപ്പം എനിക്ക് ഹെൽപ്ഫുള്ളായിട്ടും അതേപോലെ എനിക്ക് എഫക്റ്റീവായിട്ടും തോന്നിയ കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ ഈ ഒരു വീഡിയോ കൂടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിപ്പം സ്കൂളിൽ പഠിക്കുന്നവർക്കായാലും കോളേജിൽ പഠിക്കുന്നവർക്കായാലും മേ ബി ഈ ഒരു സ്റ്റെപ്സ് ഫോളോ അപ്പ് ചെയ്യാം വേണമെങ്കിൽ. ആൻഡ് ഞാനിത് മെയിൻലി ഞാൻ ഈ ഒരു വീഡിയോ പറയുന്നതെന്ന് വെച്ചാൽ എക്സാമിന് തലേന്ന് രാത്രി പഠിക്കുന്ന ആൾക്കാരാണെങ്കിൽ ജസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കുക. കാരണം പെട്ടെന്ന് ഓടിച്ചിട്ട് ഒരു ബുക്ക് പോർഷൻസ് തീർക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ജസ്റ്റ് ഇത് ട്രൈ ചെയ്ത് നോക്കുക, ദാറ്റ്സ് ഓൾ. ഞാനതേ പറയുന്നുള്ളൂ. കുറേയും ഞാൻ എപ്പോഴും ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ആ വീഡിയോയിലോട്ട് പോവാം. ഞാൻ കുറച്ച് ബുക്സ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഇച്ചിരി അധികം ബുക്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏതാണോ എനിക്ക് പഠിക്കാൻ തോന്നിയെന്ന് വെച്ചാൽ അതായിരിക്കും ഞാനിപ്പോൾ എടുക്കുന്നത്. ഫൈൻ. ഓക്കെ ഗൈസ്, അപ്പോൾ ഫസ്റ്റ് ഇരിക്കുന്ന ടെക്സ്റ്റ് ഇൻകം ടാക്സിൻ്റെ ആണ്. അത് ഇൻകം ടാക്സ് ഞാൻ എടുത്തു വെച്ചതിൻ്റെ കാരണം എന്ന് വെച്ചാൽ എനിക്ക് 2 അസൈൻമെൻറ്റ്സ് എഴുതാനുണ്ടായിരുന്നു. സോ അതിന് വേണ്ടിയിട്ട് 2 പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അത് എഴുതാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചത്. ഓക്കെ, നമ്മളിതെല്ലാം പഠിക്കാൻ പോകുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് വേണം എനിക്കത് എഴുതാൻ. നമ്മളിപ്പോൾ ഓഡിറ്റിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. കാരണം ഓഡിറ്റിംഗ് ഓൾറെഡി ടെസ്റ്റ് പേപ്പറിനുണ്ടായിരുന്നുകൊണ്ട് ഞാൻ ഒരു ദിവസം മോർണിംഗ് പോയിരുന്ന് ക്ലാസ് ഇരുന്നിട്ട് ഇച്ചിരി പഠിച്ച് എങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും ടെസ്റ്റ് പേപ്പർ എഴുതി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി കുറച്ചും കൂടി ഉള്ളൂ കംപ്ലീറ്റ് ചെയ്യാത്ത പോർഷൻ അതിനകത്ത്. അപ്പോൾ അതുകൂടെ കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ഓഡിറ്റിംഗ് ഫിനിഷ് ചെയ്യും. അതിന് നമ്മൾ ഒരു സബ്ജക്റ്റ് ഫിനിഷ് ചെയ്തിട്ട് നെക്സ്റ്റിലോട്ട് പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഓക്കെ, പിന്നെ എൻ്റെ കയ്യിൽ ഇരിക്കുന്ന ഏതാണെന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് ആണ്. ആക്ച്വലി ഒത്തിരി എന്ന് വെച്ചാൽ അത്യാവശ്യം കുറേ ഉണ്ട്. ലൈക്ക് സ്റ്റാർട്ടിങ് ഫസ്റ്റ് ചാപ്റ്റർ തിയറി ആയിരുന്നു ഫുൾ. കുറച്ചധികം ഉണ്ട് ഗൈസ്, കണ്ടു. അത് ഒത്തിരി ഉണ്ട്. അതുകൊണ്ട് ഞാനിതിപ്പോൾ തൽക്കാലം എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഒരു പേജ് പോലും ഇത് പഠിച്ച് ഞാനിതുവരെ തുടങ്ങിയിട്ടില്ല. അപ്പോൾ ഇപ്പോഴേ ഞാനത് എടുക്കുന്നില്ല. കുറച്ചും കൂടെ കഴിഞ്ഞ് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് നമുക്കത് എടുക്കാം. ഓക്കെ, സോ അപ്പോൾ നമ്മൾ ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. പഠിപ്പിക്കാതെ എൻ്റെ 3 ടിപ്സ് ഞാൻ പറഞ്ഞുതരാം. ലൈക്ക് ഞാൻ ഫോളോ അപ്പ് ചെയ്തിട്ടുള്ള 3 ടിപ്സ്. ചെയ്യാത്ത എനിക്ക് പറഞ്ഞുതരാൻ പറ്റത്തില്ല, പക്ഷേ നല്ലത് ഞാൻ പറഞ്ഞു തരും. ഫസ്റ്റ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഏത് സബ്ജക്റ്റാണോ പഠിക്കുന്നതെന്ന് വെച്ചാൽ അതിനകത്ത് ഇപ്പം നോട്ടാണ് പഠിക്കുന്നതെങ്കിൽ, ഇപ്പം ഞാൻ ഓഡിറ്റിംഗ് അല്ല എടുത്തേക്കുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ പഠിപ്പിച്ച അത്രയും വരെയുള്ള ടോപ്പിക്സ് ഉണ്ടല്ലോ, ഒരു റഫ് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, അത്രയും ടോപ്പിക്സ് എഴുതി വയ്ക്കുക. ഞാൻ കാണിച്ചു തരാം എഴുതിയേക്കുന്നത്. അപ്പോൾ അത്രയും ടോപ്പിക്സ് നിങ്ങൾ എഴുതി വെക്കാം. എഴുതി വെച്ചിട്ട് ഓരോ ടോപ്പിക്ക് പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ടിക്ക് ചെയ്ത് പോകും. അപ്പോൾ നിങ്ങൾ അത്രയും ടോപ്പിക്സ് കവറപ്പ് ചെയ്തു എന്നുള്ളൊരു വിശ്വാസം നിങ്ങൾക്ക് കിട്ടുമല്ലോ, ഒരു സമാധാനമാവുമല്ലോ. അതുപോലെ തന്നെ നിങ്ങൾ ആ പഠിക്കുന്ന സംഭവം എന്ത് ചെയ്യുക, കാണാതെ കൂടെ പറഞ്ഞു നോക്കാം. മറന്നു പോവുകയാണെങ്കിൽ നിങ്ങൾ മര്യാദയ്ക്ക് പഠിച്ചിട്ടുണ്ടാകത്തില്ല എന്നാണ് ഓഫ്കോഴ്സ്. അപ്പോൾ ഒന്നും കൂടി പഠിച്ചു നോക്കുക. ഒന്നുകൂടി പഠിച്ചിട്ട് നിങ്ങൾക്ക് കറക്റ്റ് അത് ക്ലിയർ ആയി എന്ന് മനസ്സിലാകുമ്പോൾ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, സെക്കൻഡ് ടോപ്പിക്കിലോട്ട് നിങ്ങൾ പോകാനായിട്ട്. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് പഠിക്കാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് ടിപ്പ് എനിക്ക് പറഞ്ഞു തരാനുള്ളത്. പിന്നെ ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഞാൻ അത് എങ്ങനെയാണ് ഞാൻ എഴുതിയേക്കുന്നതെന്നുള്ളത്.
നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഞാനിതിപ്പോൾ അതിനകത്തുള്ള ഇത്രയും ടോപ്പിക്സാണ് ഇപ്പോൾ നോട്ടിൽ കവർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ അത്രയും ടോപ്പിക്സ് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, എഴുതിയിട്ടുണ്ട്. ഇതുപോലെ എഴുതിയിട്ട് നിങ്ങൾ പഠിച്ച അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ടിക്ക് ചെയ്ത് പോവുക. അപ്പോൾ നിങ്ങൾക്കൊരു സമാധാനം കിട്ടും നിങ്ങൾ അത്രയും കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഐ ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ ഫോർ യു. അപ്പോൾ സെക്കൻഡ് ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂസ് സ്റ്റിക്കി നോട്ട്സ്. സ്റ്റിക്കി നോട്ട്സ് എന്ന് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ഇക്വേഷൻസ് കാണും, ഫോർമുലാസ് കാണും, ലൈക്ക് പ്രോബ്ലം പേപ്പേഴ്സ് ഒക്കെ ആകുമ്പോൾ അതിനകത്ത് വരുമല്ലോ. അപ്പോൾ നിങ്ങൾ സ്റ്റിക്കി നോട്ട്സിൽ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പെട്ടെന്ന് നിങ്ങൾക്ക് ജസ്റ്റ് എടുത്ത് വെച്ച് നോക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റിക്കി നോട്ട്സിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻസ് ഒക്കെ. ലൈക്ക് മാത്സ് ഉള്ളവർക്കായാലും ഫിസിക്സ്, അതുപോലെ ഇപ്പം നമുക്ക് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിലാണ് കുറച്ച് ഇക്വേഷൻസ് വരുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് എഴുതി വെച്ചിട്ട് അവിടെ ലൈക്ക് ഒരു റഫിലോ അതർവൈസ് ആ സബ്ജക്റ്റ് ബുക്കിലോ എങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റിക്ക് ചെയ്ത് വെക്കാം. അപ്പോൾ പെട്ടെന്ന് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കത് നോട്ടീസ് ചെയ്യാം. അപ്പം നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ പറ്റുമല്ലോ, പെട്ടെന്ന് അത് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ആ ഒരു ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ എക്സാം സംഭവങ്ങൾ എന്തെങ്കിലുമൊക്കെ ഇമ്പോർട്ടൻറ്റ് തിങ്സ് നിങ്ങൾക്ക് സ്റ്റിക്കി നോട്ട്സിൽ എന്ത് ചെയ്യാം, എഴുതി വയ്ക്കാം. ദെൻ തേർഡ് വൺ എന്ന് പറയുന്നത് ഹൈലൈറ്റേഴ്സ് ആണ്. യൂസ് ഹൈലൈറ്റേഴ്സ് ഫോർ ഹൈലൈറ്റിംഗ് മെയിൻ ടോപ്പിക്സ് ഓർ മെയിൻ സെൻറ്റൻസസ്. കാരണം ഹൈലൈറ്റേഴ്സ് വെച്ചിട്ട് നമ്മളിപ്പോൾ ലൈക്ക് ഒരു ടോപ്പിക് പഠിക്കുമ്പോൾ അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻറ്റ് കീവേഡ്സ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് നിങ്ങൾ ഹൈലൈറ്റേഴ്സ് വെച്ച് ഹൈലൈറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പിന്നെ ആ ടോപ്പിക്ക് പഠിക്കാൻ എടുക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങളെ ആകർഷിക്കുന്ന എന്തായിരിക്കും, ആ ഹൈലൈറ്റ് ചെയ്തേക്കുന്ന പോർഷൻസ് ആയിരിക്കും അല്ലേ. അപ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കത് പഠിക്കാനും പെട്ടെന്ന് അത് മൈൻഡിൽ കിട്ടുകയും ചെയ്യുന്നു. ഫൈൻ. അപ്പം അതാണ് ഹൈലൈറ്റേഴ്സ് കൊണ്ടുള്ള ഗുണം. സോ ഹൈലൈറ്റേഴ്സും യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാം. ഏതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വെച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 സംഭവങ്ങളെന്ന് പറയുന്നത്. ലാസ്റ്റ് നൈറ്റ് നിങ്ങൾ പഠിക്കുവാണെങ്കിലും ഇത് ഭയങ്കര ആയിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഫൈൻ. വലിയ രീതിയിലുള്ള സ്റ്റഡി റൂട്ടീനൊന്നും എനിക്കില്ല. ഇതൊക്കെ തന്നെയാണ് ഞാൻ മീൻസ് എക്സാമിന് തലേന്ന് പഠിക്കുന്നത്. എനിക്ക് ഇത്രയും ടിപ്സൊക്കെ ഉള്ളൂ. പിന്നെ ഞാൻ ഇങ്ങനെയാണ് എപ്പോഴും പഠിക്കുന്നത്. പിന്നെ ഈ ഒരു പിന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് ഒക്കെ നോട്ട് ചെയ്ത് വെക്കുക. അതും വേറൊരു ഇമ്പോർട്ടൻറ്റ് സംഭവമാണ്. കാരണം ലൈക്ക് ഏതെങ്കിലുമൊക്കെ ഇപ്പം നമ്മൾ ടെക്സ്റ്റൊക്കെ യൂസ് ചെയ്ത് പഠിക്കുമ്പോൾ അതിനകത്ത് പല ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് കാണും. അത് നിങ്ങൾക്ക് റഫിൽ വല്ലതും നോട്ട് ചെയ്ത് വെച്ച് പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാടിരുന്ന് വായിക്കേണ്ട ആവശ്യം വരത്തില്ല, കാരണം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അതുപോലെ ലെക്ചർ നോട്ട്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്ലാസ്സിലിരിക്കുമ്പോൾ കുറച്ചൊക്കെ ലെക്ചർ നോട്ട്സ് എഴുതുന്നത് വളരെ നന്നായിരിക്കും. അതെനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള സംഭവമാണ്, ഭയങ്കര എഫക്റ്റീവാണ്. എനിക്ക് പെട്ടെന്ന് അത് തലയിൽ നിൽക്കാറുണ്ട്. കാരണം നമ്മൾ ടീച്ചേഴ്സ് പഠിപ്പിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാകുന്ന സംഭവമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, ലെക്ചർ നോട്ട്സ് എഴുതി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് പെട്ടെന്ന് അപ്പം തന്നെ വായിച്ചാൽ മതി. അപ്പം തന്നെ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് കിട്ടും, എന്തുമായിരിക്കും അപ്പം ക്ലാസ്സിൽ പഠിപ്പിച്ചിരുന്നത്. അപ്പം അതും ഒരു ടിപ്പാണ്. ഇത്രയൊക്കെ തന്നെയുള്ളൂ എൻ്റെ ഒരു കൈൻഡ് ഓഫ് സ്റ്റഡി റൂട്ടീൻ. ഞാൻ നിങ്ങളെ കാണിക്കുന്നില്ല, ഞാൻ ഇങ്ങനെയാണ് പഠിക്കുന്നത്. അപ്പോൾ അത്രയും ഉള്ളൂ വീഡിയോ. സോ എന്തെങ്കിലുമൊക്കെ കണ്ടൻസോ കാര്യങ്ങളോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, നമുക്കത് ചെയ്യാം. ഫൈൻ. എനിക്ക് ആക്ച്വലി മനസ്സിൽ കണ്ടൻസോ കാര്യങ്ങളോ ഒന്നും വരാത്തതുകൊണ്ടാണ് ഞാൻ ഒരു വീഡിയോയും ചെയ്യാതിരിക്കുന്നത്. പിന്നെ ഇന്ന് ഞാനിത് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് എടുത്തായിരുന്നു, പക്ഷേ ആ വീഡിയോ ഒന്ന് ഡിലീറ്റായി പോയി. അത് ഞാൻ എഡിറ്റും കൂടെ ചെയ്തിട്ടൊരു വീഡിയോ ആയിരുന്നു. ദാറ്റ്സ് ഫൈൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരും. ലെറ്റ് മീ തിങ്ക് എന്ത് ചെയ്യണം എന്നൊക്കെ. പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ വരുന്നവരേക്കും ടാറ്റാ.